നമസ്കാരം, ഞാൻ അനിൽ കുമ്പഴ. കുമ്പഴാൻ ക്രൂവിന്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് സിനിമയിൽ ഉപയോഗിക്കുന്ന നോട്ടുകെട്ടുകളാണ്. ഈ നോട്ടുകെട്ടുകൾ എങ്ങനെയാണ് സിനിമയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്? ഇപ്പോ രാക്ഷസ രാജാവ് പോലുള്ള മലയാള സിനിമയിലെ ചിത്രങ്ങൾ നമ്മുടെ വിനയൻ സാർ സംവിധാനം ചെയ്ത ചിത്രമാണ്. ആ ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ ഒരു നിലവറ നിറയെ നോട്ടുകെട്ടുകളാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ചിത്രത്തിൽ ഈ നോട്ടുകെട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്? അതാണ് ഇന്നത്തെ എപ്പിസോഡ്. നമുക്ക് ആ വർക്ക്ഷോപ്പിലേക്ക് പോകാം. ഇത് നോട്ട് ബുക്കാണ്, നമ്മൾ വരയിടാത്ത നോട്ട് ബുക്ക്. ഈ ബുക്ക് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇതങ്ങ് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞിട്ട് ഇങ്ങടുത്ത് മാറ്റുക. ഇതെടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മൾ 2000-ൻ്റെ നോട്ടാണ്, നമ്മൾ 2000-ൻ്റെ നോട്ട് കെട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ 2000-ൻ്റെ നോട്ട് കെട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്ന് മാർക്ക് ചെയ്യണം. നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 2000-ൻ്റെ നോട്ടിൻ്റെ അളവാണ്. ഇത് വെച്ചിട്ട് നമ്മൾ ഇനി ഇത് കട്ട് ചെയ്യും. അപ്പം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ബുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരവസ്ഥയിൽ കിട്ടും. ഇതിപ്പോൾ വളരെ സിമ്പിളാണ്. പിന്നെ ഇനി നമുക്കിത് 2000-ൻ്റെ 2 നോട്ട്, അത് നമുക്ക് ഇതേപോലെ നമ്മൾ വെക്കുന്നു. അതേപോലെ ഓപ്പോസിറ്റ് സൈഡ് ഇതാ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് മാച്ച് ചെയ്യാനൊക്കെ ഉണ്ട്. ഈ കളർ മാച്ച് ചെയ്യണം. ഈ കളർ മാച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ കോർണറും ഇതാ ഇവിടെ ഐവറി കളറാണ്, ഇതൊരു പിങ്ക് ഷെയ്ഡാണ്. ഇത് നമ്മൾ ഈ പേപ്പറിൽ നിന്ന് നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കും. ഇത് വെക്കുന്നത് ഒരു സൈഡിൽ നമ്മൾ ഇതിങ്ങനെയാണെങ്കിൽ ഈ സൈഡിൽ ഇങ്ങനെ ഇതേപോലെ ആണെങ്കിൽ അപ്പുറം വരുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡായിരിക്കും. ഇതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വെക്കുമ്പോഴത്തേന് ഈ സൈഡാണ്. അപ്പോൾ ഇതിങ്ങനെ വരും. ഇതിങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കും. അതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കും. ഇങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു ഇത് വരുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ അല്ലാതെ ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ ചെറിയ പെട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന രീതിയാണിത്. പിന്നെ പ്രിൻറ്റിങ് ഉണ്ട്. പ്രിൻറ്റിങ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഫോർ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പ്രിൻ്റ് ചെയ്തെടുക്കാറുണ്ട്. അത് വലിയ നോട്ടുകളൊക്കെ നമ്മൾ അല്ലാതെ കാണിക്കുമല്ലോ, നമ്മൾ വിടർത്തി കാണിക്കുമ്പോൾ, അതായത് ഇങ്ങനെയുള്ള ഇതൊക്കെ കാണിക്കുന്ന സമയത്തേക്ക് നമ്മൾ നോട്ടുകൾ പ്രിൻ്റ് ചെയ്ത് കുറേ ഏറെ കാണിക്കണമെങ്കിൽ നമ്മൾ പ്രിൻ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സീരിയലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഷോർട്ട് ഫിലിംസോ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, അതുപോലെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു പടങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ആകുമ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇത് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് നമ്മളിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യണമെങ്കിൽ ചില ആൾക്കാർ ഓരോ പേപ്പറുകൾ എടുത്ത് കട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇത് വളരെ സിമ്പിളാണ്. സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബുക്കിൻ്റെ ഈ ഒരു സൈഡിൽ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ പേപ്പർ എല്ലാം കൂടെ ഒരു ഇതായിട്ട് ഒന്നിച്ച് കിട്ടും. ഇതൊക്കെ നമുക്ക് വളരെ ക്രിയേറ്റീവായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നോട്ടുകൾ എണ്ണുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളവർക്ക് വളരെ ഗുണം ചെയ്യും. സിനിമയിൽ നോട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഇതുവരെ കുമ്പഴാൻ ക്രൂ എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാ ആഴ്ചകളിലും നിങ്ങളുടെ മൊബൈലിൽ എത്തുവാൻ വേണ്ടി ഇതിന്റെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയ പ്രോഗ്രാമുമായിട്ട് അടുത്ത ആഴ്ച കാണും വരെ. എങ്ങനെയാണ് മനുഷ്യ ശരീരത്തിലേക്ക് കത്തി കുത്തിയിറക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിലെ നമ്മുടെ വർക്ക്ഷോപ്പ്.